ആപ്പത്തിന് മാവാട്ടി പുളിച്ച് വന്നിരിട്ടുണ്ട്. പൊങ്ങി വന്നിരിക്കുന്ന കാണാമല്ലോ. ആപ്പത്തിന് ഒന്ന് ഒഴിക്കണം. എന്നിട്ട് ഒന്ന് ചുറ്റണം. അടുപ്പത്തിൽ വെക്കുക. തീ കുറച്ചൊന്ന് കൂട്ടിയിട്ട് ഓഫ് ചെയ്യും. ഞാനിത് എടുക്കാനായിട്ട് പോകണം. വെള്ളം വയ്ക്കണം, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോകും. ഇത് ഭംഗിയായി വന്നിരിക്കുന്ന നമുക്ക് ഭംഗിയായി വന്നിരിക്കുന്ന നല്ല ടേസ്റ്റുള്ള ആപ്പം, ടേസ്റ്റി ആപ്പം. ഇത് നല്ലെണ്ണ കുറച്ചൊന്നും കിടക്കണം. നല്ലെണ്ണയാണ് കിടത്തേണ്ടത്, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആപ്പത്തിൻ്റെ അല്ല നല്ല സ്വാദിഷ്ടമായ അപ്പം റെഡി. കഴിക്കുക, മുട്ടയുടെ കൂടെ കഴിക്കുക. അടച്ചു വയ്ക്കണം, കുറച്ച് നേരം വേവിക്കണം. ഓക്കെ, സ്വാദിഷ്ടമായ അപ്പം റെഡി. ആപ്പവും മുട്ടക്കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കൊണ്ടിരിക്കുന്നു, കരിഞ്ഞു പോവാതെ സൂക്ഷിക്കുക. അടച്ചു വെച്ച് ഒന്നും മുടങ്ങുന്ന വേവിക്കണം. ഓക്കെ, കോട്ടയിട് മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കരിവേപ്പിലയുണ്ട്. കരിവേപ്പിലയുണ്ട്, എല്ലാം ഉണ്ട്. വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്, എല്ലാം വാഷ് ചെയ്ത്. മുളക് പൊടി കുറച്ചേ ഇടാവൂ, മുളക് കുറച്ച് മതി. മതി. കൊത്തുപുള്ളുണ്ട്. മതി. ചൂട് ഒരുപാട്. ഫ്രൈ നടക്കാം. പച്ചമണം പോകാനായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് ടൊമാറ്റോ വെച്ചിട്ടുണ്ട്, ടൊമാറ്റോയും കൂടി ആഡ് ചെയ്യണം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് ഇട്ടുള്ളൂ, കുറച്ച് ഉപ്പിട്ടു. ടൊമാറ്റോ ആഡ് ചെയ്യും. അടി പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചോ. മതി. വെള്ളം കുറച്ച് ഒഴിച്ചു. കുറച്ചൊന്ന് വേവിട്ട് അടുത്തത് കാണിക്കാം. മുട്ടയിട്ടു. കുറച്ച് നേരം മുട്ട ഇരുന്ന് ഫ്രൈ ആവട്ടെ. കുറച്ച് നേരം ഇരിക്കണം മുട്ട. എന്നിട്ട് വെള്ളം ഒഴിച്ച് കറിയായിട്ട് എടുത്ത് ആപ്പത്തിൻ്റെ കൂട്ടാം. ആപ്പവും മുട്ടക്കറിയും റെഡി. നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ്. ഉപ്പുണ്ട്, എരിവുണ്ട്, എല്ലാം കറക്റ്റ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കഴിക്കട്ടെ.